നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വൃത്തിയുണ്ടോ? വേറെ ഏത് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രയും വൃത്തിയിലുണ്ടാവും. പക്ഷേ എങ്കിൽ അതിനുള്ള എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ട ആൾക്കാർ പറയാം. അങ്ങനെയൊക്കെ നേച്ചുമാരില്ലേ അവരെയാണ്. കാരണം ഇവിടെ വരുന്ന ആൾക്കാരല്ല കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർ ഒരുവിധമൊക്കെ മോശമാക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അല്ല. ഇവരൊരു 3-4 ഏച്ച് വരെ എപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. ഇവർ ഡെയിലി ഇങ്ങനെ വൃത്തിയാക്കും. ഇത്രയും നിങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞാൽ അധികം ഒന്നും കാണാനുള്ള ചാൻസ് ഇല്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ അതായത് ബീച്ചിൽ ഞാൻ പറഞ്ഞ രാവിലത്തെയാണ്. വൈകുന്നേരം ഉച്ചയെല്ലാം ആകുമ്പോഴേക്ക് ഉച്ചയെല്ലാം കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഗതിയൊക്കെ മാറും. വേണ്ട പ്ലാസ്റ്റിക് ഇവർ വേറെ തന്നെ സഞ്ചിയിലാക്കിയിട്ട് ഇടുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഇങ്ങനെ വൃത്തികേടാവും അല്ലേ? പ്ലാസ്റ്റിക്കിൽ നല്ലോണം ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ? ഇന്നലെ ആൾക്കാർ കുറവായിരിക്കും അല്ലേ? ഇതിന് എത്ര പറഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നത് കുറക്കുന്നൊന്നുമില്ല അല്ലേ? വേസ്റ്റ് ഇടുന്നതും പരിപാടിയൊക്കെ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ട് ഇടുന്നല്ലോ ഉണ്ടാവും അല്ലേ? അതിന് വേറെ ആരും ഇവിടെ ഒന്നും റൂൾസ് നോക്കാനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല ടൂറിസത്തിൻ്റെ ഒന്നും. പക്ഷെ കാര്യമൊന്നുമില്ല. എടുത്തോളൂ അല്ലേ? നിങ്ങൾ ഈ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ നടക്കും. 2 ടീമാണ്. ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? കിലോമീറ്റർ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം? നിങ്ങൾ 5 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? അത് രാവിലെ നിങ്ങൾ എത്ര മണിക്ക് ഈ പരിപാടി തുടങ്ങും? 7 തുടങ്ങും. 11 വെയിലത്ത്. അപ്പോൾ ആൾക്കാരാണ് ഈ തീരണോ വേണ്ടി തീരുമാനിക്കേണ്ട ഇവിടെ വരുന്ന ആൾക്കാരാണല്ലേ? അപ്പോൾ ചേച്ചിമാർ പറയുന്നത് കേട്ടില്ലേ, രാവിലെ തുടങ്ങി 11 മണി വരെ ഈ ചൂടത്തും ഇവരിങ്ങനെ പണിയെടുക്കുന്നത്. ഏകദേശം 5 കിലോമീറ്റർ മുകളിൽ ഉണ്ടാവും. പകുതിയായിട്ട് 2.5 കിലോമീറ്റർ. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ വരുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബീച്ചിനെ വൃത്തിയാക്കണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറയുന്നില്ല. അത് പറഞ്ഞ കാര്യമില്ല. ഈ ചേച്ചിമാരെ കൊണ്ട് പണിയെടുപ്പിക്കാണ്ടിരിക്കണം, അതായത് പണി കുറപ്പിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓരോ ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഇനി നമ്മളെ കടലാണ്. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങളെ കയ്യിലാണല്ലോ ഉള്ളത്. വരുന്നവർ മാത്രമേ ബീച്ചിൽ വരുന്നവർ. കാരണം എൻ്റെ നാടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം. കാരണം എൻ്റെ നാട്ടിൽ വേറൊരു അടിപൊളി ബീച്ചുണ്ട്. അതാരും അറിയാത്തതായിരുന്നു. കുറേ എണ്ണം വന്നിട്ട് ഒരിക്കലൊക്കെ ഇട്ടിട്ട് ഈ പരമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അത് ഞാനേതാണ് നേരത്തിൽ പറയുന്നത്.